ആകയാൽ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ കരം എന്റെ മേൽ വെക്കുവാൻ സാധിച്ചില്ലെങ്കിലും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെന്ന് തൊട്ടാൽ, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലിൽ നിന്ന് കിടക്കുന്ന ആ വസ്ത്രത്തിന്റെ നൂലിൽ ഒന്ന് സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം വരും എന്നവൾ വിശ്വസിച്ചു. വലിയൊരു പുരുഷാരത്തിന്റെ നടുവിലൂടെ അവൾ ഓടി. അവൾ അനേകരെ സ്പർശിച്ചിട്ടുണ്ടാകാം. അവൾ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് അവൾ ഓടിച്ചെന്നു യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. എന്തായിരിക്കാം അവിടെ സംഭവിച്ചിരുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അഹറോന്റെ തലമേൽ വീണ അഭിഷേക തൈലം അവന്റെ താടിമേൽ വ്യാപരിച്ചടങ്ങി. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്രകാരമാണ്, യേശുവിന്റെ ശരീരത്തിലൂടെ ഓടുന്ന ആ വിശുദ്ധ രക്തം, ആ രക്തത്തിന്റെ ശക്തി അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് വ്യാപരിച്ചിറങ്ങിയിട്ടുണ്ടാവണം. ആ രക്തം അവന്റെ ശരീരത്തിലേക്ക് പ്രവഹിച്ച് ഒഴുകിയിട്ടുണ്ടാവണം. മെഡിക്കൽ സയൻസ് പറയുന്നു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന രക്തത്തിന് പകരമായി മറ്റൊന്നും കൊടുത്താൽ അവന്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയത്തില്ല. മെഡിക്കൽ സയൻസും ദൈവത്തിന്റെ വചനവും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അത് ഈ അടുത്ത കാലയളവിലാണ് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയതെങ്കിലും അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചു, മനുഷ്യന്റെ ജീവൻ രക്തത്തിലല്ലോ അടങ്ങിയിരിക്കുന്നത്. അവളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ശത്രുവായ പിശാചിന്റെ പദ്ധതികളെ തകർക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിന്റെ വിശുദ്ധ രക്തം അവളുടെ മേൽ വ്യാപരിച്ചിറങ്ങി. യേശുവിന്റെ രക്തത്തിന് സാക്ഷ്യം പറഞ്ഞത് യേശുവിന്റെ കൂടെ നിന്ന, യേശുവിനോട് ചേർന്ന് നിന്ന തന്റെ സ്നേഹിതരെ പോലെ കൂടെ നിന്ന ശിഷ്യന്മാരായിരുന്നില്ല, മറിച്ച് യേശുവിനെതിരായി നിന്നവർ തന്നെയാണ് യേശുവിന്റെ രക്തത്തിന് സാക്ഷ്യം പറയുവാനിടയായത്. 30 വെള്ളിക്കാശ് മുറ്റിക്കൊടുത്തിട്ട് യൂദ മരിക്കുവാൻ പോകുന്നതിന് മുമ്പ് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ നിഷ്കളങ്ക രക്തത്തെ ഞാൻ കാട്ടിക്കൊടുത്തു. ഇവനെ ക്രൂശിക്കുവാൻ വിധിച്ച പീലാത്തോസ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇത് നീതിമാന്റെ രക്തമാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. 1 പത്രോസ് 1:18 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ പഴയ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമുണ്ടത്രേ. യേശുവിന്റെ രക്തത്തിന്റെ വില ആർക്കും നിർണയിക്കുവാൻ കഴിയാവുന്നതല്ല, അതിനേക്കാൾ അപ്പുറമായ ഒന്നാണ്. ഈ ക്രിസ്മസ് സുദിനത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ക്രിസ്മസ് ഉണ്ടാകുവാനിടയായി തീർന്നത്? മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവാം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ നിത്യമായ ഒരു രക്ഷയാണ് യേശു എന്നത്. ആ യേശു കർത്താവ് ഭൂമിയിൽ കടന്നു വരിക മാത്രമല്ല ചെയ്തത്. ലോകം മുഴുവൻ വർഷത്തിലൊരിക്കൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ മാത്രമായി അവൻ കടന്നു വന്ന് മടങ്ങിപ്പോവുകയല്ല ചെയ്തത്. 33.5 വയസ്സുവരെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നു. 30 വർഷം അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. 3.5 വർഷം തന്റെ ശുശ്രൂഷയിൽ അവൻ വ്യാപൃതനായിരുന്നു. ഈ 3.5 വർഷവും താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശക്തമായ ദൈവിക വിടുതലുകൾ അവൻ ജനത്തിന് മേൽ പകരുക തന്നെ ചെയ്തു. പ്രിയരെ, പുൽക്കൂട്ടിൽ 1000 വർഷം യേശു ജനിച്ചാൽ ഒരിക്കലെങ്കിലും നിന്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ലെങ്കിൽ യേശുവിനെ കൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാവുകയില്ല. യേശു നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, യേശു നിന്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നത്. പല വിധത്തിലാണ് ഇന്ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അവരുടെ ആഘോഷിക്കാൻ അവർക്ക് ഒരു കാരണം അന്വേഷിച്ചിരിക്കുമ്പോഴാണ് പല ഫെസ്റ്റിവലുകൾ തന്നെ കടന്നു വരുവാനിടയാക്കിയിരുന്നത്. ദൈവത്തിന്റെ വചനത്തിലൊരു വാക്യമുണ്ട്, നക്ഷത്രം കണ്ടതുകൊണ്ട് വിദ്വാൻമാർ അത്യന്തം സന്തോഷിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. യേശുവിന്റെ അടുക്കിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ടായിരുന്നു ആ
നക്ഷത്രം നിന്നത്. എന്നാലും നാം പല സ്ഥലങ്ങളിലും നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. ആ നക്ഷത്രങ്ങൾ കാണുന്നത് കൊണ്ട് പലരും സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആ യേശു കുഞ്ഞിനെ ഒന്ന് കാണുവാനുള്ള, തങ്ങളുടെ രക്ഷകനായി പിറന്നവനെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ ആ വിദ്വാൻമാർ ഓടിച്ചെല്ലുവാനിടയായിത്തീർന്നു. ഈ ക്രിസ്മസ് സുദിനത്തിൽ യേശുവിനെ കാണുവാൻ, യേശുവിനോട് ചേർന്ന് നടക്കുവാൻ, യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവം സകല മാനവജാതിയെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നിഷ്കളങ്കമായ ഈ രക്തം, പരിപാവനമായ ഈ രക്തം, ആ രക്തത്തിന്റെ ശക്തിയാണ് സകല മാനവജാതിയുടെയും പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും വിടുതലായി പരിണമിക്കുവാനിടയായിത്തീർന്നത്. ആകയാൽ യേശുവിന്റെ ജനനത്തിങ്കൽ തന്നെ ശത്രുവായ പിശാച് ഇപ്രകാരം അവൻ ആലോചിക്കാനിടയായിത്തീർന്നു. ഇവന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ശക്തി, അതിനെ പിശാചിന് ഭയമായിരുന്നു. അതിനായി പിശാച് കണ്ടെത്തിയ മാർഗം ഇവന്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ രക്തവും ഊറ്റിക്കളയുക എന്നുള്ളതാണ്. പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ കമിഴ്ത്തി കിടത്തി 7 തിരിച്ചുണ്ടാക്കിയ ചാട്ടവാറിന്റെ അറ്റത്ത് ചൂണ്ടക്കുളത്തിലുള്ള ഈയക്കട്ടകളും കൂട്ടിക്കെട്ടി ചരിത്രം പറയുന്നു 600 പടയാളികൾ മാറി മാറി യേശുവിനെ അടിപ്പാനിടയായിത്തീർന്നു. ഓരോ അടി അവന്റെ ശരീരത്തിലേക്ക് അടിക്കുമ്പോഴും 7 ശരീരഭാഗങ്ങളിൽ നിന്ന് മാംസം വലിച്ചു മറിപ്പാനിടയായിത്തീർന്നു. യേശുവിന്റെ സമകാലികനായിരുന്ന ചരിത്രകാരനെ ജോസിഫസ് ഇങ്ങനെ പറയുന്നു, അവന്റെ ശരീരത്തിലെ മാംസം മുഴുവൻ അവന്റെ ശരീരത്തിൽ നിന്ന് അവർ വലിച്ചു പറിച്ചെടുത്തു. 297 ശരീരഭാഗങ്ങളിൽ നിന്ന് അവന്റെ മാംസം അവർ വലിച്ചു പറിച്ചെടുത്തു എന്ന് ചരിത്രകാരനായ ജോസിഫസ് പറയുന്നു. അവന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ഊറ്റിക്കളയുക എന്നുള്ളതായിരുന്നു പിശാചിന്റെ പദ്ധതി. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വെറും 4 പഞ്ചായത്തുകളിൽ മാത്രമാണ് അവൻ യാത്ര ചെയ്യുവാനിടയായിത്തീർന്നത്. ഒരുപക്ഷെ പിശാച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ഈ 4 പഞ്ചായത്തുകൾ കൊണ്ട് നിന്റെ ശുശ്രൂഷ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ രക്തത്തിന്റെ ശക്തി ഈ 4 പഞ്ചായത്തുകളിൽ ഒതുങ്ങിപ്പോകും എന്ന് ശത്രുവായ പിശാച് വിളിച്ചു പറയുമ്പോൾ സംഭവിച്ചതെന്താണ്? കാൽവരി ക്രൂശിൽ 3 ആണികളിൽ അവൻ യേശു കർത്താവ് തൂങ്ങപ്പെട്ടു. അവന്റെ വിലാപ്പുറത്തു നിന്ന് അവസാനത്തിൽ രക്തം വരെ അവർ കുത്തിയെടുക്കാനിടയായിത്തീർന്നു. അത് പിശാചിന്റെ പദ്ധതിയായിരുന്നു. കാരണം പിശാച് യേശുവിന്റെ രക്തത്തെ ഭയമായിരുന്നു. അവന്റെ രക്തത്തിന്റെ ഒരു തുള്ളിയെങ്കിലും ആ ശരീരത്തിൽ ശേഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നതെന്ന് പിശാചിന് ഭയമായിരുന്നു. അതുകൊണ്ട് പടയാളികൾക്ക് നിർദ്ദേശം കൊടുത്തു, അവന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിയെടുക്കുക. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നീട് വെള്ളമാണ് വരുന്നതെന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് കുന്തം വെച്ച് കുത്തിയപ്പോൾ അവസാന തുള്ളി രക്തവും അതോടൊപ്പം വെള്ളവും പുറപ്പെട്ടു വന്നു എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. പിശാച് സന്തോഷിച്ചു, നിന്റെ രക്തത്തിന്റെ ശക്തി തീർന്നു, ഇനിയും നിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പിശാച് വിളിച്ചു പറയുമ്പോൾ സംഭവിച്ചതെന്നാണ്, കാൽവരി ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകിയ ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി സകല ഭൂഖണ്ഡങ്ങളിലേക്കും അത് പരന്നൊഴുകുവാൻ തുടങ്ങി. സകല രാജ്യങ്ങളിലേക്കും അത് ഇറങ്ങിച്ചെല്ലുവാൻ തുടങ്ങി. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവൻ സകല അധികാരങ്ങളും കൊടുത്തു. 4 പഞ്ചായത്തുകൾ കൊണ്ട് ശുശ്രൂഷ അവസാനിച്ചു പോകുമെന്നും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി തീർന്നു പോകുമെന്നും വിളിച്ചു പറഞ്ഞ പിശാച് അമ്പയെ പരാജയപ്പെടുവാനിടയായിരുന്നു. അതിന്ന് അനേക രാജ്യങ്ങളിലേക്ക് ആ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചൊഴുകുവാനിടയായിരുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ യേശുവിന്റെ രക്തത്താലുള്ള വിടുതൽ ഇന്നും അനുഭവിക്കാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും
നമ്മുടെ ജീവിതത്തിൽ അതിപ്രാധാന്യതയോടെ സംഭവിക്കേണ്ടതുമായ ഒരു കാര്യം ഇതാണ്. ഒരു പുൽത്തൊട്ടിലിൽ ജനിക്കുന്ന യേശുകുഞ്ഞിനെ കാണുക എന്നുള്ളതല്ല. ആ യേശുകുഞ്ഞ് ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം നാം തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്. ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് പിതാവായ ദൈവം സന്തോഷിപ്പാനിടയായിത്തീരുന്നത്. കാരണം ഈ ലോകത്തിൽ ദൈവം നമുക്കിട്ട വില ഈ മുഴുവൻ ലോകത്തേക്കാൾ വിലയായി. ഒരിക്കലും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കില്ല എന്ന് പിതാവാം ദൈവം ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവാം. പല മാർഗങ്ങളും ചെയ്ത് നോക്കി. ശലോമോന്റെ ദേവാലയം പണിതതിനു ശേഷം ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ യാഗം കഴിപ്പാനിടയായി തീർന്നു. ആടുകളുടെ രക്തം ആലയത്തിൽ നിന്നൊഴുകി അനേക ദൂരം വരെ അത് ഒഴുകിയിറങ്ങിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഏകദേശം 6 ലക്ഷം ലിറ്റർ രക്തം ശലോമോന്റെ ദേവാലയത്തിൽ നിന്ന് ഒഴുകപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ആ രക്തത്തിലൂടെയും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പിതാവാം ദൈവം ഒരുക്കിയ രക്ഷാകരമായ ഒരു മാർഗമായിരുന്നു യേശു കർത്താവ് ഭൂമിയിൽ വരിക എന്നുള്ളത്. ആകയാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇതൊരു ആഘോഷമാക്കി മാത്രം നമ്മൾ മാറ്റിവെക്കാതെ ഇതിനുള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നുകൂടെ നാം തിരിച്ചറിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ഭവനത്തിലെ അസ്വസ്ഥതകൾ മാറിപ്പോകും. എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ക്രിസ്മസ് ദിവസങ്ങൾ ഞങ്ങൾ പേടി സ്വപ്നമായിരുന്നു. മദ്യപിച്ചെത്തുന്ന പിതാവ്, വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു പിതാവ്, ക്രിസ്മസ് ദിവസം ആകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. അസമാധാനത്താൽ നിറയപ്പെട്ട ഈ കുടുംബത്തിൽ നിന്ന് യേശുവിന്റെ രക്തം, ആ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വീഴ്ത്തപ്പെട്ടപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുടുംബം സ്വർഗതുല്യമായി മാറുവാനിടയായിത്തീർന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അസമാധാനവും അസന്തുഷ്ടിയും ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം യേശുവാണ്. ആ യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ കഴിയും. യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങളൊന്ന് ക്ഷണിച്ചാൽ നിങ്ങളുടെ ഭവനത്തിലെ അവസ്ഥകൾ മാറുവാനിടയായി. അതിന് അനുഭവസ്ഥനാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ആകയാൽ പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം ഇന്ന് കുറിക്കുവാനിടയാകട്ടെ. 2011 വരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പരാജയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാകപ്പിഴകൾ നിങ്ങൾ എടുത്തു മാറ്റിയിട്ട് 2012 എന്ന വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും വർഷങ്ങളാക്കി മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും. ആകയാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ വലിയ തിരക്കുകൾക്കിടയിൽ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ വേറിടുവാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് കർത്താവ് മാറ്റം വരുത്തുവാനിടയായിത്തീരും. ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് മാറ്റുവാൻ കഴിയാത്ത പ്രതിസന്ധികളുണ്ടെങ്കിൽ ഇന്ന് പകൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവം ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവേ, അങ്ങയുടെ മനസ്സ് നിറയെ ഞങ്ങൾ ഓരോരുത്തരുമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ യേശുവിലൂടെയുള്ള രക്ഷ ഞങ്ങൾക്കും ആവശ്യമെന്ന് ഞങ്ങൾ അറിയുന്നു.
സകല മാനവജാതിക്കും വേണ്ടി ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നതിന് പേർ വിളിക്കണം എന്ന ഞങ്ങളുടെ വാഗ്ദത്തം ഞങ്ങൾ ഓർക്കും. ഏതോ വിദൂരതയിലിരിക്കുന്ന, ഏതോ പ്രത്യേക സ്ഥലത്ത് മാറിയിരിക്കുന്ന ഒരു ദൈവമെന്ന് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ യേശുവിനെ വിളിക്കണം എന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ. അത് പിതാവേ, ഞങ്ങളോട് ചേർന്ന് വസിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഇന്ന് പകലിൽ ഞാൻ ഈ പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും അങ്ങയോട് ചേർന്ന് വസിക്കുവാൻ പിതാവേ അങ്ങ് സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹപൂർണ്ണമാകട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ അനുഗ്രഹവും സൗഖ്യവുമുള്ളവരായി അവർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അവരുടെ ശരീരങ്ങളുടെ മേൽ വ്യാപരിച്ചിറങ്ങട്ടെ. അവർ ഏതൊക്കെ പ്രതിസന്ധികൾ അകപ്പെട്ടിരിക്കുന്നുവോ അവിടെയെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങത് ചെയ്യുവാൻ ശക്തനാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ